On and on. So we have gathered this online session for the inaugural ceremony of our new venture of Department of Mathematics, which is an online coaching for competitive examination, especially for UGC NET. We will begin this session with a silent prayer. So once again, welcome to the inaugural ceremony. First of all, I would like to welcome today's resource person, Tony Sir, Assistant Professor, College of Engineering, Trivandrum, to this inaugural ceremony. A warm welcome to you, sir. I would also like to welcome our head of the department, Ms. Smita Davis, for this inaugural ceremony. Next, I would like to welcome Ms. Lynette Rosalind Anthony, Assistant Professor, Department of Mathematics of our college. And a very warm welcome to all the dear students and the alumni who have joined this online session. So I'm very happy that some of you have taken this initiative to join this coaching, even though it is an online meeting. This is our first venture, and the members of Department of Mathematics have decided to start this coaching. From this year onwards, we will be providing this coaching. The main aim of this coaching is to inspire all of you for writing these examinations of national importance like UGC NET, GATE, NBHM, and all other types of examination. And we would like the students to appear for this examination, also to pursue higher studies, because many students are not going for PhD or any other job. So most of them are interested in school teaching jobs only. So we would like to inspire the students. So if you take the effort from now itself, so it will be easy for you for clearing this examination. So majority of our participants are first year students. We have 1 or 2 alumni also. So I congratulate all those students who have taken this effort to join this class. And I believe that the class will be very fruitful for you. Next, I invite our head of the department, Ms. Smita Davis, to speak a few words. Good morning. Good morning, my dear students. ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടോണി സർ, വിജിത മിസ്, ലിനറ്റ് മിസ്, ആൻഡ് ഓൾ ഹു ഹാവ് ജോയിൻഡ്. അതായത് ഒരു മനസ്സിലൊരു ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടി ഇതിന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ ആദ്യം സ്വാഗതം വിജിത പറഞ്ഞു. ആകെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ എന്തൊരു വെഞ്ചർ തുടങ്ങുമ്പോഴും ഒരു പെയിൻ ഉണ്ട്. ഇത് നമ്മളിതിനെ പേരിട്ടിട്ടുള്ളത് ആസ്പയർ ടു അച്ചീവ് എന്നുള്ളതാണ്. സോ നമ്മളുടെ ഒരു ഡ്രീംസിനെ പലരും റെസ്ട്രിക്റ്റ് ചെയ്യുക, ഇതൊന്നും എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് പോസിബിൾ ആവോ, ഇതൊന്നും നെറ്റ് പോലുള്ള എക്സാം എനിക്ക് പറ്റത്തില്ല എന്നൊരു കോൺഫിഡൻസ് കുറവ് പലർക്കും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിൽ നിന്ന് പലരും പുറകിൽ പോയി. ഇപ്പൊ എനിക്കൊരു തോന്നുന്നു, ഇപ്പൊ ഒരു 3 കൊല്ലം 4 കൊല്ലമായിട്ടുള്ളൊരു ട്രെൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. PG കഴിഞ്ഞു നേരെ BEd ജോയിൻ ചെയ്യുന്നു, ഒരാളും ട്രൈ ചെയ്യുന്ന പോലും ഇല്ല നെറ്റിനും PhDക്കും ഒക്കെ വേണ്ടിയിട്ട്. അത് ഞങ്ങളെ സംബന്ധിച്ച്, ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള ഒരു അവസ്ഥയാണ്. ശരിക്കും PG ആണ് ഞങ്ങൾ എയ്ഡഡ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ളത്. ഞങ്ങൾ 5 ടീച്ചേഴ്സും ക്ലാസ്സിലും നിങ്ങളെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാനും ഇതിനെയൊക്കെ പൊക്കിക്കൊണ്ടുവരാനുമാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഞങ്ങളായിട്ട് എടുക്കുന്ന ഒരു ചെറിയ ഇനിഷ്യേറ്റീവാണ്. ഞങ്ങളൊരു ചെറിയ കോച്ചിങ് തന്ന് നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യും. യെസ്, വി ക്യാൻ ഡു ഇറ്റ് എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസിനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളൊരു രീതി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് തന്നെ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കോച്ചിങ് സെന്റേഴ്സിലൊക്കെ പോകാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് കിട്ടുക. മെയിനായിട്ട് കുറേ കൂടി കുട്ടികൾ സെക്രട്ടറി കോളേജ് ചാലക്കുടിയിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് PhDക്കും അതുപോലെയുള്ള ഹയർ പോസ്റ്റുകളിലേക്കുമൊക്കെ ഇപ്പോൾ നെറ്റൊക്കെ എഴുതിയെടുക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം ഉണ്ട് ഭൂരിഭാഗം ആൾക്കാരുടെ ഇടയിൽ. എന്തിനാ, ഞങ്ങൾക്ക് പോസ്റ്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ
പോസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് പോസ്റ്റ് മാത്രമല്ല എന്നുള്ളതാണ്. ടീച്ചിങ് പോസ്റ്റ് മാത്രമല്ല, ഇപ്പൊ നെറ്റ് JRF ഒക്കെ ഉള്ളവർക്ക് റിസർച്ച് പൊസിഷൻസ് എന്ന് പറയുന്നത് പോലും നല്ല ഹൈ സാലറിയിലുള്ള റിസർച്ച് പൊസിഷനുകളുണ്ട്. അതുപോലെ സയന്റിസ്റ്റ് ലെവൽ പോസ്റ്റുകളുണ്ട്. അപ്പൊ ഇതിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ആദ്യം ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് ഈ പറയുന്ന നെറ്റ് PhD നെറ്റ് JRF എന്നൊക്കെ ഉള്ളത്. ഇന്ന് നമുക്ക് ഉള്ള ഒരു റിസോഴ്സ് പേഴ്സണെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉള്ളത്. കാരണം ഹീസ് മൈ ഗുരു ആക്ച്വലി. ഒരു കാലത്ത് ഒരു പക്ഷേ ഈ പറയുന്ന നെറ്റ് JRF എന്നുള്ള ഒരു ആസ്പിറൻസിന് ഇൻ മാത്തമാറ്റിക്സ് അവരുടെ ഒരു വലിയ ഗുരു ആയിരുന്നു ടോണി സാറ്. എൻ്റെയും ഞാനും JRF ക്ലിയർ ചെയ്തതിന് ടോണി സാറിനോട് ഒത്തിരി, എൻ്റെ കോളേജിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ JRFന് ഞാൻ ടോണി സാറിൻ്റെ അടുത്ത് കോച്ചിങ്ങിന് എടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ എന്താ പറയുക, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് ടോണി സാറ്. ഈ ഒരു മേഖലയിൽ എനിക്ക് തോന്നുന്നു കാലങ്ങൾ വർക്ക് ചെയ്യുകയും ഇന്നും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ക്ലാസ് എടുക്കാൻ പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടോണി സാറ്. സിമിലർ മൈൻഡ്സ് എന്നുള്ള ഒരു പേര് ഒരുപക്ഷെ ഒരു കാലത്ത് മാത്സിലെ ആസ്പിറൻസ് ആയിട്ടുള്ള CSIR ആസ്പിറൻസ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരായിരുന്നു ടോണി സാർ എന്നുള്ളതും സിമിലർ മൈൻഡ്സ് എന്നുള്ളതും. സോ വെരി ഹാപ്പി. ഹി ഈസ് കറന്റ്ലി ആക്ച്വലി അസിസ്റ്റന്റ് പ്രൊഫസർ അറ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. വിത്ത് ഡ്യൂ റെസ്പെക്ട് സർ, ഞാൻ സാറിനെ ഇന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു ചെറിയ മോട്ടിവേഷനും അതുപോലെ ഒരു ഇനോഗ്രൽ സ്പീച്ചിനുമായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു സ്മിത, എന്നെ കുറിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞതിന്. എന്തായാലും ആദ്യമേ തന്നെ സെക്രട്ടറി ഹാർട്ട് കോളേജ് ചാലക്കുടിയിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് സ്വന്തം കുട്ടികൾക്ക് വേണ്ടി എടുക്കണമെങ്കിൽ സാറിന്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല തോന്നുന്നു. അതെനിക്ക് സാർ ട്രാവലിംഗ് ആണ്. കുട്ടികൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയണേ, കുട്ടികളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് അധ്യാപകർ അങ്ങനെ ചെയ്യണത്. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് സെക്കൻഡറി. ഹലോ, ഇടയ്ക്ക് ടോണി സാറിന്റെ വോയിസ് കട്ടായി പോയായിരുന്നു. ഞാന് വീഡിയോ കട്ട് ചെയ്യാം, ആദ്യം വീഡിയോ കട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെയാണ് സാർ, പറഞ്ഞോളൂ. കുഴപ്പമില്ല, വീഡിയോ കട്ട് ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ആക്ച്വലി ട്രെയിനിലാണ്, ഒരു യാത്രയിലാണ്. അപ്പൊ അതുകൊണ്ട് ചായ വടാന്നുള്ളത് കേൾക്കും. ഞാനല്ല ഉത്തരവാദി, അത് വേറെ ആരെങ്കിലും ആയിരിക്കും. തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഏതായാലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഡിപ്പ് പറയാനുള്ളത് കുട്ടികളുടെ ഒരു റെസ്പോൺസ് അനുസരിച്ച് ഇതിപ്പോ ഒരു ചെറിയൊരു ഷോർട്ട് ടേം ആണല്ലോ. ഇപ്പൊ മെയ് 12 മുതൽ 23 വരെ ഡേറ്റ് ഞാൻ കണ്ടത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയേക്കണായിരിക്കും ഉള്ളത്. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് അവർ ചിലപ്പോൾ കൂടുതൽ സ്പാൻ തരാനും കൂടുതൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഈ ഒരു സ്പാനിൽ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എന്നാലാണ് ടീച്ചേഴ്സിന് മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ നിങ്ങളെ കൂടുതൽ നിങ്ങൾ ട്രെയിൻ ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നടത്താനും. അതാണ് എനിക്ക് ഇനീഷ്യൽ ലെവലിൽ പറയാനുള്ളത്. പിന്നെ എന്താ, നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഏകദേശം സ്ട്രക്ചർ അറിയാൻ പറ്റുമല്ലോ. CSIRന്റെ JRF എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല. 37,000 ആണ് പെർ മന്ത് കിട്ടുന്നത്. പിന്നെ അതൊരു ബേസിക് സാലറി പോലെയാണ്. അതിന്റെ കൂടെ HRI കിട്ടും നമുക്ക്. പിന്നെ കണ്ടിജൻസി ഗ്രാന്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗവൺമെന്റ് ഒരുപാട് ഫണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിനകത്തെല്ലാം. അതിൽ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ SRF ആവാം. SRF ആയി കഴിഞ്ഞാൽ അതിന് 42,000 ആണ് പെർ മന്ത്. അതിന്റെ കൂടെ HRI എല്ലാം വരും. അപ്പൊ അതുകൊണ്ട് എന്താ പറയണത്, നമുക്ക് ഒരു 5 വർഷത്തേക്ക് ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഗവൺമെന്റ് തരുന്നത്. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. 5 വർഷം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. വിത്ത് സാലറിയാണ് അത്. പിന്നെ പൊതുവെ സ്മിത പറഞ്ഞതിനകത്ത് കേട്ട എനിക്കൊരു കാര്യം, എന്തിനാണ് നെറ്റ് എടുത്തിട്ട് ജോലി കിട്ടില്ലല്ലോ, ഇപ്പൊ വേക്കൻസി ഇല്ല, അങ്ങനെയൊക്കെ പറയണമെന്ന് കേട്ടു ഞാൻ സ്മിത പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഉള്ള പ്രശ്നമാണ് കുട്ടികളെ. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്തും ഇതേ ഇഷ്യൂസ് ഉണ്ട്. അതായത് ഇനി എന്ത് ചെയ്യും, ഇപ്പൊ MSc കഴിഞ്ഞു എന്ത് ചെയ്യും. അപ്പൊ കുറെ ആൾക്കാർ എഞ്ചിനീയറിംഗിന് പോയിട്ടുണ്ട്, അവർക്ക് മാത്രമേ ജോലി കിട്ടുള്ളൂ, നമുക്ക് കിട്ടത്തില്ലേ. ഈ ഒരു ഇഷ്യൂ എന്ത് പഠിച്ചാലും എന്ത് കിട്ടുമെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ എഞ്ചിനീയറിംഗ്, ഞാനിപ്പോ CET-ലാണ് വർക്ക് ചെയ്യണം. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യണം. ഇപ്പം ഇവിടെ പഠിച്ചിട്ടും വലിയ ജോലി കിട്ടാത്ത കുട്ടികളുണ്ട്. ഒരു റിയാലിറ്റിയാണ്, ഗ്രൗണ്ട് റിയാലിറ്റിയാണ് അത്. അപ്പൊ അതില് അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളുടെ കഴിവിന്റെ മാക്സിമം എക്സെൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ജോലി മാത്രമല്ല ജീവിതത്തിലുള്ളത്, നമുക്ക് വേറെ ഒരുപാട് കാര്യം. ഈവൻ ഇപ്പൊ സപ്പോസ് നിങ്ങൾ CSIR പാസ്സായിട്ട്
നിങ്ങളൊരു പ്രൈവറ്റ് ഫേമിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് വരും, ഈവൻ ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അത് ആഡ് ഓൺ ആയിരിക്കും, ഇത് എവിടെയും നിങ്ങൾക്ക് ഗുണം ചെയ്യും. മനസ്സിലായി. ഇപ്പൊ ഞാൻ ആക്ച്വലി അന്ന് ഗേറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഗേറ്റ് എനിക്ക് ഡയറക്റ്റ് യൂസ് ചെയ്തിട്ടില്ല ഞാൻ. പക്ഷെ എന്റെ ഫീൽഡിൽ എനിക്കത് പല സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു 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 എക്സാമിന് ക്രാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതൊരു നല്ലൊരു എക്സാം, ഇതെന്തായാലും ഒരു ഹൈ ലെവൽ എക്സാം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരാൾ നെറ്റ് ക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ CSIR ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഗ്രൂപ്പിൽ ഒരു വേർതിരിവ് അതിനകത്തുണ്ടാവും, അയാൾക്കൊരു 1 സ്റ്റെപ്പ് ഫോർവേഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടും, കഴിഞ്ഞിട്ട് എന്ത് കിട്ടും എന്നുള്ള ചിന്ത ആലോചിക്കേണ്ട. ഇത് എല്ലാ കാലത്തുള്ള ഇഷ്യൂ ആണ്. അത് ഇന്ന് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും ഇതേ സെയിം പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിക്കണ്ട, നമ്മൾ അതിനകത്തേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഒരു നല്ലൊരു നല്ലൊരു സെറ്റപ്പ് പിന്നെ എന്തുവാണല്ലേ, നിങ്ങൾക്ക് ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ ഒക്കെ എന്തായാലും ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, 200 മാർക്കാണ്, പാർട്ട് A B C ഒക്കെ ഉണ്ട്. ഇങ്ങനെ പാർട്ട് A ഒരു ജനറൽ ടൈപ്പും ബിയും സിയും നമ്മുടെ സബ്ജക്റ്റും ആയിരിക്കും. ഓൾമോസ്റ്റ് പണ്ട് ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. സാറേ സൗണ്ട് കേൾക്കുന്നില്ല അപ്പം. പണ്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരുന്നു, പിന്നെ അതെടുത്ത് കളഞ്ഞ് ഫുൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആക്കിയുള്ളൂ. അതുകൊണ്ട് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഒരു എക്സാം അല്ലല്ലോ, ഒബ്ജക്റ്റീവ് ആണെങ്കിലും കുറച്ച് തിങ്ക് ചെയ്ത് ചെയ്യേണ്ട സാധനങ്ങളാണ്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് MSc കണ്ട പോലെ തന്നെ ആയിരിക്കില്ല. അപ്പോൾ മെയിൻ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ടാണി സാർ, എനിക്ക് തോന്നുന്നു പോകാൻ പറ്റും. വീഡിയോ ആ കട്ട് ഒരു ചെയ്യുന്നതായിരിക്കും എൻട്രി നല്ലത്. ചിലപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആ എൻട്രി ടൈം ഒരു ക്രൂഷ്യലാണ്. നമ്മൾ ഈ സ്പേസ് ഷട്ടിലൊക്കെ തിരിച്ചു വരുമ്പോൾ റീ എൻട്രി ടൈം ഭയങ്കര ക്രൂഷ്യലാണ്. അന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ കോഴ്സിനെ കാണുക. കട്ട് ചെയ്യാം, ഓക്കെ, വീഡിയോ കട്ട് ചെയ്യാം. അപ്പൊ ഒരു എൻട്രി എന്ന നിലക്ക് നിങ്ങൾ ഈ കോഴ്സിനെ കാണുക. കാരണം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറയും, ചെറിയ ടൈം സ്പാനിലാണ് നിങ്ങൾക്ക് തന്നത്. അപ്പൊ നിങ്ങൾ ഇതിലൊരു നിങ്ങൾക്ക് ഈ ഒരു പുതിയൊരു മേഖലയിലേക്ക് എങ്ങനെയാണ് എക്സാം എഴുതുന്നത്, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത് കൊള്ളാം, നമുക്ക് പറ്റുന്നതാണ്. പിന്നെ ഒരു രസവുമാണ് കേട്ടോ. കാരണം ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എഴുതി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് കൂടും അതിനകത്തേക്ക്. നമ്മുടെ ഇതൊരു ലോജിക്കൽ തിങ്കിങ് വഴിയുള്ള കളികളായതുകൊണ്ട് നമുക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ പണ്ട് കാലത്ത് സ്മിത പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് നാള് ഇവിടെ എറണാകുളത്ത് കോച്ചിങ് ഒക്കെ നടത്തിയിരുന്നു. ആ സമയത്ത് അങ്ങനെ അധികം ഒന്നുമില്ല എറണാകുളത്ത്. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പൊ അന്ന് തുടങ്ങാനുള്ള കാരണം തന്നെ ഇപ്പൊ നിങ്ങളുടെ സ്മിത ടീച്ചറൊക്കെയാണ് ആ ടീമിലുണ്ട് തുടങ്ങാൻ. ഞാൻ അവിടെ ഗസ്റ്റ് ആയിട്ട് ഭരതനാട്യം പഠിപ്പിക്കുമ്പോൾ അവിടെ സ്മിത ടീച്ചർ അവിടെ MSc പഠിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള കുട്ടികൾ, അന്ന് MSc പഠിച്ചിരുന്ന ആ കുട്ടികളുടെ എന്താ പറയുക, അവർക്ക് ഇത് പഠിക്കണം എന്ന് എഴുതണം എന്നുള്ള അവരുടെ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് ഞാൻ അങ്ങനെ തുടങ്ങിയത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ആക്ച്വലി ഞങ്ങളിത് ഈ ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണത് തന്നെ സ്മിത ടീച്ചറിന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഒരു 3-4 കുട്ടികൾ അവിടെ വരും, ശനി ഞായർ ഞാൻ അവിടെ ചെല്ലും, അങ്ങനെ ഡിസ്കസ് ചെയ്യും, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ. പിന്നീടാണ് നമ്മുടെ ഒത്തിരി വളർന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കുട്ടികളുടെ താല്പര്യമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, അതിന്റെ റിസൾട്ട് വരും, ഇന്നല്ലെങ്കിൽ നാളെ വരും. ഇപ്പൊ നിങ്ങളുടെ സ്മിത ടീച്ചറോട് ചോദിച്ചാൽ ഞങ്ങൾ തുടങ്ങണ സമയത്ത് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടും എങ്ങനെയൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഈവൻ എനിക്ക് ആ കുട്ടികളുടെ പേരെല്ലാം ഓർമ്മയില്ല, സ്മിതയ്ക്ക് ഓർമ്മ കാണുമായിരിക്കും. നമ്മുടെ അവിടെ വന്നിട്ടൊക്കെ എല്ലാവരും നെറ്റ് പാസ്സായില്ലെങ്കിൽ അവര് പലരും പല സ്ഥലത്ത് എത്തിപ്പെടും. കാരണം അവരുടെ 47 1 സെക്കൻഡ് ടോണി, ഓക്കെ, അത് ടി ടി വന്ന സോറി. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഇതിനു വേണ്ടി ശ്രമിച്ച് ഈവൻ ഇത് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ നിരാശപ്പെടേണ്ടെന്നില്ല ഞാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ മറ്റൊരു വഴി നമുക്ക് തുറന്നു വരാൻ സാധ്യതയുണ്ട്. നമുക്കത് പഠിക്കാനുള്ള നമ്മുടെ എബിലിറ്റി കൂടും, നമ്മുടെ മെന്റൽ എബിലിറ്റി ചേഞ്ച് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അതിന്റെ ഒരു എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ വരും. അതാണ് ഞാൻ കണ്ടിടത്തോളം അങ്ങനെ മനസ്സിലായത്. എല്ലാവരും CSIR ക്ലിയർ ചെയ്തില്ലെങ്കിലും അവർ പല സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈവൻ റെയിൽവേയിലൊക്കെ കയറിയ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. ഇത് നെറ്റ് പാസ്സാവാൻ ചിലപ്പോൾ എബിലിറ്റി ഉണ്ടാവും, ചിലപ്പോൾ ഒരു കല്യാണം കഴിച്ച് പോയതായിരിക്കും, അങ്ങനെ പല കാരണം കൊണ്ട് പോയതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 6-7 മാസം മുന്നേ കണ്ടിരുന്നു ആ കുട്ടിയെ. അപ്പൊ ആള് ഇന്ത്യൻ റെയിൽവേ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, അപ്പൊ ഈവൻ നമ്മൾ ഇതിനുവേണ്ടി ഒരു എക്സാമിന് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു ഹൈ ലെവൽ എക്സാം ആണ്, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ
അതിന്റെ ഗുണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഏതെങ്കിലും വഴിയിൽ കിട്ടും. അത് തീർച്ചയാണ് അത്. അപ്പൊ അത്ര പോസിറ്റീവായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. അല്ലാണ്ട് ഇത് കഴിഞ്ഞാൽ എന്ത് വരും, എന്ത് കിട്ടും, അങ്ങനത്തെ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് വേണ്ട. അതൊട്ടും നമുക്ക് നല്ലതല്ല. ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് ചിന്തകളാണല്ലോ നല്ലത്. പിന്നെ ഒരു ടീച്ചർ പറഞ്ഞു ഓൾറെഡി നമുക്ക് അഡ്മിഷൻ കിട്ടാവുന്ന സ്ഥലങ്ങളെ കുറിച്ച്. ഇപ്പൊ IITs ഉണ്ട്, NITs ഉണ്ട്, IISc ഉണ്ട്, ഒരുപാട് സ്ഥാപനമുണ്ട്. നമുക്ക് ഈ നെറ്റോ JRF ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കിട്ടാവുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾക്ക് 5 വർഷം നിങ്ങൾ സേഫ് ആണ്. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് PhD ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. അതുപോലെ എനിക്ക് തോന്നുന്നത് ഗേറ്റ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് സ്കോറേഴ്സിന് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഡയറക്റ്റ് ഒരു ജോബ് തന്നെ കൊടുക്കുന്നുണ്ട്. അവർ ഇനിഷ്യൽ സ്ക്രീനിങ് ഗേറ്റ് സ്കോർ വെച്ച് എടുക്കുന്നുണ്ട് ചില സ്ഥാപനങ്ങൾ. എനിക്ക് ONG, ഈ ISRO DRDO പോലുള്ള സ്ഥാപനങ്ങൾ ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ട് അവര്. അപ്പൊ അത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ. അപ്പൊ നെറ്റിന് പ്രിപ്പയർ ചെയ്താലുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഈ ഗേറ്റ് എഴുതാന്നുള്ളതാണ്. അപ്പൊ അതും നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഗേറ്റ് സ്കോർ ഉള്ളവരെ ഈ ഡാറ്റ സയൻസ്, AI റിസർച്ച്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ് അബ്സോർവ് ചെയ്യുന്നുണ്ട് അവര്. കാരണം അവർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന എത്രത്തോളം നിങ്ങൾ അതിനകത്ത് ഫെമിലിയർ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് AI-ലൊക്കെ വർക്ക് ചെയ്യാനുള്ളത് ഞാൻ പറയുകയാണ്. മെഷീൻ ലേണിങ്ങിലൊക്കെ ഈ മെഷീൻ ലേണിങ്ങിന്റെ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഫുൾ മാത്തമാറ്റിക്സ് ആണ്. അതായത് ഇതിന്റെ കോഡിംഗ് സൈഡ് മാത്രമാണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ചെയ്യണത്. ഇതിന്റെ ബാക്കിൽ ഇതിന്റെ തിയറി മൊത്തം വർക്ക് ചെയ്യണത് കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആണ്. നമ്മുടെ ഹയർ ലെവൽ മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് കമ്പനീസ്, നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനീസ്, AI കമ്പനീസ് സ്ട്രോങ് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആസ്പിറൻസ് അവർ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് നോക്കണത് അവര് MSc മാർക്കല്ല, അവര് നോക്കണത് ഇവരെന്തെങ്കിലും നാഷണൽ ലെവൽ ടെസ്റ്റുകൾ ക്ലിയർ ചെയ്യുന്നുള്ളതാണ്. അതിൽ മെയിൻ ആയിട്ട് അവർ എടുക്കുന്ന ഒന്ന് ഗേറ്റ് ആണ്. ഗേറ്റ് സ്കോർ, നല്ല ഗേറ്റ് സ്കോർ ഉള്ളവരെ അവർ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ JRF ഉള്ളവരെ അവർക്ക് നോക്കാവുന്നതാണല്ലോ. നെറ്റ് JRF എന്നുള്ളത് ഒരു സ്ട്രോങ് മാത്തമാറ്റിക്സ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഡേറ്റ സയൻസ് AI എന്നുള്ള സെക്ഷനിലോട്ടും ഈ ഗേറ്റ് സ്കോർ മാത്തമാറ്റിക്സ് ഉള്ളവർ അബ്സോർവ് ചെയ്യുന്നുണ്ട് കമ്പനികൾ. അപ്പൊ അതുകൊണ്ട് എന്താ പറയണത്, ഇത് ഒരു നത്തോലി ചെറിയ മീനല്ല എന്ന് പറഞ്ഞത്. ഇതൊരു ചെറിയ സംഭവം അല്ല. നിങ്ങൾക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതിൽ കിട്ടുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങൾ ഇവരായിട്ട് സഹകരിക്കുക, ഡിപ്പാർട്ട്മെന്റായിട്ട് മാക്സിമം സഹകരിക്കുക. പിന്നെ നമ്മുടെ ഈ പ്രായത്തിൽ നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഭാവിയിലോട്ട് നമുക്ക് കൂടുതൽ സമയം റിലാക്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കുറച്ച് വഴക്കി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടമാനം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതും ഒരു ഫാക്റ്റാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം. നമ്മുടെ ഈ ഒരു 1-2 വർഷം നിങ്ങൾ നന്നായിട്ട് ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്കൊരു വലിയൊരു ലോകം നിങ്ങൾക്ക് തുറന്നു തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഡയറക്റ്റ് ഇതിനെക്കുറിച്ച് എന്നോടൊരു മോട്ടിവേഷൻ കൊടുക്കാനാണ് പറഞ്ഞത് കുട്ടികൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, SPM ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഫെലോഷിപ്പ് ഉണ്ട്, ശ്യാമപ്രസാദ് മുഖർജി ഫെലോഷിപ്പ്. അത് ഈ CSIR JRF ഉള്ളതിൽ ടോപ്പായിട്ട് വരുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി കിട്ടുന്ന ഫെലോഷിപ്പാണ്. അതിന്റെ എമൗണ്ട് കുറച്ചും കൂടി കൂടുതലാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നല്ല രീതിയിൽ നെറ്റിന്റെ സ്കോർ ഉള്ളവർക്ക് ഈ SPM ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് കോൾ വരും. അതിന് ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ. അപ്പോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ട കാര്യങ്ങളൊക്കെ ആയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ. സ്റ്റുഡൻസിന് ആർക്കെങ്കിലും സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യുവർ ഓപ്പൺ. നിങ്ങളുടെ എന്തെങ്കിലും ഒരു അപ്രിഹെൻഷനോ ഇതോ ഒക്കെ ഉണ്ടെങ്കിൽ സാറിനോട് ഈ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സ്മിത ടീച്ചർ പറഞ്ഞ ഒരു കൺസേൺ ആണ് ഞാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, കേൾക്കാവോ? കേൾക്കാം. എനിക്ക് തോന്നുന്നു എല്ലാരും മോട്ടിവേറ്റ് ആയിട്ടുണ്ടാവും. അതായിരിക്കും പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. എല്ലാരും നിങ്ങള് മോട്ടിവേറ്റഡ് ആയതെന്ന് ഞാൻ വിചാരിക്കണം. ഫർദർ ഇനി എന്തെങ്കിലും ഒരു സെഷനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊന്നുകൂടി ഒന്ന് വിപുലമാക്കുമ്പോൾ തീർച്ചയായിട്ടും ടോണി സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് ലിനറ്റിനെ വിളിക്കാം.
നമ്മുടെ ഈ പ്രോഗ്രാമേ ഇനോഗ്രേറ്റ് ആയി എന്നുള്ള രീതിയിൽ ഒന്ന് പറയുന്നു. ഹലോ സർ കേട്ടിരുന്നോ നമ്മുടെ പ്രോഗ്രാം ഇനാഗ്രേറ്റ്? അല്ല അത് പറഞ്ഞ് കൺക്ലൂഡ് ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സേക്രഡ് ഹാർട്ട് കോളേജില് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആസ്പയർ ടു അച്ചീവ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടി, സ്വന്തം കുട്ടികൾക്ക് വേണ്ടി നടത്താൻ എടുത്ത ഇനിഷ്യേറ്റീവിനെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ഒപ്പം തന്നെ ആസ്പയർ ടു അച്ചീവ് എന്നുള്ള പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, താങ്ക് യു സർ. ലിനറ്റ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾക്കിവിടെ നടന്നത്, ശരിക്കും ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ പിച്ച് ചെയ്തത് വിജിത മാം ആണ്. നമുക്ക് ശരിക്കും നമ്മളൊരു ഇപ്പൊ സത്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഒരു 8 years ആയി. അപ്പൊ നമ്മൾ ഈ നെറ്റ് കോച്ചിങ് എന്നുള്ള ഒരു സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. ടോണി സാർ പറഞ്ഞ ആ ഒരു സ്മിത മിസ് നേരത്തെ സൂചിപ്പിച്ചതാണ്. സാർ ഇപ്പൊ അതിനൊരു ക്ലാരിറ്റി നമുക്ക് തന്നു. അതൊരു പോസിറ്റീവായിട്ട് തന്നെ കാണണം എന്നുള്ള ഒരു ആശയത്തിലോട്ട് നമ്മൾ എത്തണം എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി. ഇറ്റ്സ് നോട്ട് ദ ജേർണി, ഇറ്റ്സ് നോട്ട് ദ ഡെസ്റ്റിനേഷൻ ബട്ട് ദ ജേർണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നി. ആ ഒരു സമയത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. കുട്ടികൾ പ്രത്യേകിച്ച് നമ്മുടെ കോളേജിൽ എല്ലാം സ്റ്റുഡൻസ് ഫീമെയിൽ സ്റ്റുഡൻസ് ആണല്ലോ. അപ്പം ജനറലി അവര് ഇതിനോടൊരു ഇൻഹിബിഷൻ ഉണ്ട്. അതായത് എന്തിനാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ PG ചെയ്യുന്നതിന് എന്തിനാന്ന് ഉള്ള ഡൗട്ട് ജനറലി ഉണ്ടാവാറുണ്ട്. അപ്പോ അതിനു വേണ്ടി, അതായത് ഒരു മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കൂടിയാൽ അല്ലെങ്കിൽ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കൂടിയാൽ സ്കിൽസ് നമ്മൾ തന്നെ സ്കിൽ സെറ്റ്സ് ഡെവലപ്പ് ചെയ്ത PhD ലെവലിലേക്ക് മുന്നോട്ട് പോകാനും പല പല റിസർച്ച് ഓറിയന്റഡ് കരിയേഴ്സ് കിട്ടും. അതിനുള്ള എന്തെങ്കിലും, അതായത് ഔട്ട്കം എന്തായാലും ഒരു പോയിന്റിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാധ്യതയും ഒരു ഹോപ്പും ആണ് നമുക്ക് ടോണി സാറിന് തന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഒരു ഷോർട്ട് ടേമിൽ, ഷോർട്ട് ടൈം സ്പാൻ സാറിന്റെ അടുത്ത് ഇങ്ങനെ ഒരു നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആദ്യമേ തന്നെ ടോണി സാറിന് ഡിപ്പാർട്ട്മെന്റിന്റെയും കോളേജിന്റെയും നമ്മുടെ സ്റ്റുഡൻസിന്റെയും എല്ലാവരുടെയും ഒരു താങ്ക് യു പറയാണ്. ഓക്കെ. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ താങ്ക് യു, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് എന്റെ ഇത് ഹൃദയത്തിൽ നിന്ന് പറയുന്നത് വിജിത മാമിനും സ്മിത മാമിനും ആണ്. ഇപ്പൊ വിജിത മാം ഇങ്ങനെ ഒരു സംഭവം പിച്ച് ചെയ്തപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഇത് എങ്ങനെയാണ് കുട്ടികളെ എടുക്കുന്നത്, കുട്ടികൾക്ക് ഇത് എങ്ങനെ ആയിരിക്കും ഉരുത്തിരിഞ്ഞ് വരിക, അങ്ങനെയൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആശയം മിസ് പിച്ച് ചെയ്തു. അപ്പോ സ്മിത മാമും എല്ലാവരും നമുക്കത് ചെയ്യാം, അതായത് കുട്ടികൾക്ക് എന്തായാലും ഇത് ചെയ്യുന്നത് കൊണ്ട് ഗുണമേ ഉണ്ടാകൂ എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് തന്നെ വന്നു. അപ്പൊ ആ ഐഡിയ പിച്ച് ചെയ്യുന്നതിനും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനും പ്രോപ്പർലി അത് വേറെ ആരും അത്രയും അതിനകത്ത് എഫേർട്ട് എടുത്തത് മൊത്തം വിജിത മാം ആണ്. നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നെന്നാണ് ഉള്ളതാണ്. അപ്പൊ വിജിത മാമിനും അത് ചെയ്യാമെന്ന് എല്ലാവർക്കും ഒരു ഇൻസ്പയർഡ് ആയിട്ട് പറഞ്ഞ സ്മിത മാമിനും രണ്ടുപേർക്കും താങ്ക് യു. ആൻഡ് ഡിപ്പാർട്ട്മെന്റിലുള്ള ബാക്കി 2 ടീച്ചേഴ്സാണ്, നിതൻ സാറും അമല മാമും. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ക്ലാസ് എടുക്കാനും എല്ലാത്തിനും എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉള്ളത്, ഇപ്പൊ നമ്മള് ഒരിക്കലും ആരും ഫോഴ്സ് ചെയ്യാതെ നടത്തിയ, ഒത്തിരി ഇങ്ങനെ പബ്ലിസിറ്റി ആയിട്ട് നമ്മള് ഭയങ്കരമായി നിങ്ങൾ ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സ്റ്റുഡൻസിനടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് വരണം എന്നാണ് പറഞ്ഞപ്പോ ഈ ഒരു സ്റ്റാർട്ടിങ് ഫേസിൽ തന്നെ ഇതെന്താണ്, ഇതെനിക്ക് ഗുണം ഉണ്ടാകുമോ, ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ള ആ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഡെസിഷൻ എടുത്ത് നമ്മുടെ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും, കുറച്ച് അലുമിനി ഉണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയർ ബാച്ച് ഇപ്പൊ കഴിഞ്ഞ സെക്കൻഡ് ഇയറിലോട്ട് കയറുന്ന സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും അത് അവർ ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് തന്നു. അവർക്കും നന്ദി. ഇപ്പൊ ടോട്ടലി ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയതിനുള്ള ഹാപ്പിനെസ്സും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാവരും താങ്ക് യു.
ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ ലിനറ്റ് ടീച്ചറെ, ഈ നമ്മുടെ കുട്ടികള് കുറവാന്നുള്ള ഒരു പ്രശ്നമേ അല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന കുട്ടികള് എത്രത്തോളം ഇൻട്രസ്റ്റോടെ വരണു എന്നുള്ള തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പൊ ഞാനന്ന് സ്മിതയൊക്കെ ആയിട്ട് ഞങ്ങളന്ന് തുടങ്ങുന്ന സമയത്ത് സ്മിതയ്ക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളന്ന് 3-4 കുട്ടികളെ ആകെ ഉള്ളൂ. പക്ഷെ അതിങ്ങനെ അതെ അതെ ഗ്രാജുവലി വളർന്ന് ഈവൻ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസിൽ ഞാനും എന്റെ അവസാനം ഹസ്ബൻഡും ഒരു ഉണ്ടായിരുന്നു. 25 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഫെസിലിറ്റി ഞാൻ ഉണ്ടാക്കി. അവിടെ പോലും തയ്യാണ്ടേ. പിന്നെ 10-40 അങ്ങനെ ഒരു നല്ല കാര്യം നടന്നു അവിടെ വെച്ച്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളുടെ എണ്ണം നമുക്കൊരു പ്രശ്നമേ അല്ല. ലിനറ്റ് ടീച്ചർ പറഞ്ഞ മാതിരി അതെ, നല്ല കുട്ടികൾ വരിക, സ്വന്തമായിട്ട് കുട്ടികൾ വരിക, അവര് വർക്ക് ചെയ്യുക. അതിന്റെ ഒരു അതിന്റെ ഒരു വിസിബിലിറ്റി പിന്നാണ് കിട്ടും പയ്യെ പയ്യെ. അപ്പൊ വരുന്ന കുട്ടികൾ ടീച്ചേഴ്സ് പറഞ്ഞ പോലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അതിന്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒന്നായിട്ട് ഈ സംരംഭം മാറും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള എല്ലാവിധ ആശംസയും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഓക്കെ, താങ്ക് യു. അതോടൊപ്പം ഇതിനൊപ്പം അഡീഷൻ ആയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് സെന്റർ ആയിട്ട് എലവേറ്റഡ് ആയി. അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹം JRF കൂടി നമ്മുടെ സ്റ്റുഡൻസ് ധാരാളം, നമുക്ക് 2 റിസർച്ച് ഗൈഡ്സ് ഉണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. വിജിത മാമും നിതിൻ സാറും 2 പേരും റിസർച്ച് ഗൈഡുകളാണ്. അപ്പൊ നമ്മുടെ ആഗ്രഹം അതാണ്, നല്ല സ്റ്റുഡൻസ്, നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഫെലോഷിപ്പോട് കൂടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്. എല്ലാവരും വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കായിരുന്നു. നമുക്ക് എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യും. ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ വീഡിയോ ഓൺ ചെയ്യാമോ? വേഗം ക്വിക്ക്. ആരും മേക്കപ്പ് ഒന്നും ഇടണ്ട, വേഗം ഓൺ ചെയ്താൽ മതി. താങ്ക് യു. ടീന, അനുപമ, നിബ, ദീന. മാക്സിമം എല്ലാവരും എണ്ണ ഉണ്ടാക്കാൻ അത് എടുത്തോണ്ട് വരാൻ പറഞ്ഞത്. അനുപമ ഒന്നും കൂടെ ഒന്ന്. ഓക്കെ. കിട്ടിയോ സ്മിത? ഇല്ല, ഒരു സെക്കൻഡ് സർ, ഒരു സെക്കൻഡ്. ഓക്കെ. ഓക്കെ. അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു സർ. അപ്പൊ സ്മിത എക്സിറ്റ് ആയിക്കോട്ടെ, ഞാൻ ട്രെയിനിലാണ് ഇപ്പോഴും. ഓക്കെ സർ, സ്മിത മാം എക്സിറ്റ് ആയെന്ന് തോന്നുന്നു. താങ്ക് യു. എക്സിറ്റ് ആയിക്കോട്ടെ. ഓക്കെ സർ, ഓക്കെ. താങ്ക് യു.